ശരിക്കും ത്രയീ വിദ്യ എന്നാണ് പൊതുവിൽ പറയുന്നത് ഈ വേദ സംസ്കാരത്തെ. അപ്പൊ ഈ മൂന്ന് വേദങ്ങളെയും സംരക്ഷിച്ച് നിർത്തുന്നതോടൊപ്പം തന്നെ സ്വയം അത് നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു വേദമാണ് അഥർവവേദം. പിന്നെ പലപ്പോഴും ഞങ്ങൾ പല ആചാര്യമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതിന് പൂർണ്ണമായിട്ടല്ല രൂപം നശിച്ചു പോയി ആയിട്ടാണ് അറിയാൻ പറ്റുന്നത്. കാരണം പൂർണ്ണമായിട്ട് അത് നമ്മളിപ്പം കൈവശം സൂക്ഷിക്കാനില്ല. കാരണം നമ്മൾ ശത്രു സംഹാര അർച്ചന ചെയ്യുമ്പോൾ എന്താണ്, ശത്രുവിന്റെ നാളും പേരല്ലല്ലോ ഉപയോഗിക്കുന്ന അമ്പലങ്ങളിൽ. ഇന്ന് പല അമ്പലങ്ങളിലും തന്ത്രിമാരും ജനങ്ങളുമായിട്ട് ബന്ധമില്ല. അങ്ങനെ ശ്രദ്ധ ഉണ്ടാകും. ഞാൻ നേരെ പറഞ്ഞില്ല, സംരക്ഷണാർത്ഥം മാത്രമാണ് ആയുർവേദം. അതിനെ നെഗറ്റീവായിട്ട് നമ്മൾ അതിനകത്ത് ഒരു കാരണം ഈ വേദങ്ങൾ ശരിക്കും പഠിക്കണമെങ്കിൽ നമ്മുടെ വേദ അംഗങ്ങൾ പഠിക്കണം. നമസ്കാരം. നമസ്തേ. നമസ്തേ. നമ്മൾ പലരും വേദങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, 4 വേദങ്ങൾ. അതെ അതെ. ഇതില് അഥർവവേദത്തിനെ കുറിച്ച് നമ്മൾ പലർക്കും അറിയില്ല. നമ്മളിപ്പം ഒരു അഥർവ എന്നൊരു സിനിമയിലൂടെയാണ് അഥർവവേദം എന്താണ്, അത് ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് അഥർവവേദം? ശരിക്കും ത്രയീ വിദ്യ എന്നാണ് പൊതുവിൽ പറയുന്നത് ഈ വേദ സംസ്കാരത്തെ. അപ്പോൾ ത്രയീ വിദ്യ എന്ന് പറയുമ്പോൾ പിന്നെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, ഇതാണ് കൂടുതൽ ത്രൈവിദ്യയായിട്ട് നമ്മൾ ഉപാസന ചെയ്യുന്നത്. പക്ഷെ നമുക്ക് 4 വേദങ്ങളുണ്ട്. അതിൽ ഇന്ന് പലപ്പോഴും അഥർവവേദത്തെ അകറ്റി നിർത്തിയിട്ട് അതൊരു വലിയൊരു പിന്നെ ഒരു ദുർവ്യാഖ്യാനം കൊടുത്ത് മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട്. ശരിക്കും അങ്ങനെയല്ല. അഥർവവേദം സംരക്ഷണ പ്രധാനമാണ്. അതായത് ഈ 3 വേദങ്ങളെയും, ഋഗ്വേദം, യജുർവേദം, സാമവേദത്തെയും സംരക്ഷിച്ചു നിർത്തുന്ന വേദമാണ് അഥർവവേദം. അപ്പോൾ സംരക്ഷണാർത്ഥമാണ് ഈ വേദം തന്നെ നിലനിൽക്കുന്നത്. അപ്പൊ ഈ 3 വേദങ്ങളെയും സംരക്ഷിച്ച് നിർത്തുന്നതോടൊപ്പം തന്നെ സ്വയം അത് നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു വേദമാണ് അഥർവവേദം. പുരാണ കാലങ്ങളിൽ ഈ അഥർവവേദം എന്തിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സംരക്ഷണാർത്ഥമാണല്ലോ അത്. അപ്പം പലപ്പോഴും അതില് കൂടുതലായിട്ട് ഋഗ്വേദവുമായിട്ട് ബന്ധപ്പെട്ട ആയുർവേദ കാര്യങ്ങൾ അതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്ത് വാഷോസ്പതി സൂക്തം എന്ന് പറയുന്ന സൂക്തമുണ്ട്, വാസ്തോസ്പതി സൂക്തം. അപ്പൊ നമ്മൾ അതെന്താണ്, ഒരു വസ്തുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വീടിൽ എങ്ങനെയാണ് അത് കഴിയേണ്ടത് ഒരു വ്യക്തി, അപ്പൊ അതേക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു സൂക്തമാണ് വാസ്തോസ്പതി സൂക്തം. ഇത് അഥർവവേദത്തിന്റെ ഒരു സംഭാവനയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാത്വികമായിട്ടുള്ള പല ഘടകങ്ങളും അഥർവവേദത്തിലുണ്ട്. പക്ഷെ അതിനകത്ത് നമ്മുടെ തെറ്റായ രീതിയിൽ അതിനെ സമീപിക്കുന്നത് കൊണ്ടാണ് നമുക്കത് ഒരു എന്താ പറയുന്ന ഒരു ദുർമന്ത്രവാദം എന്നുള്ള രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്ത് തന്നെ ഈ സമൂഹത്തിന് മുമ്പിൽ ചിലർ അവതരിപ്പിക്കുന്നുണ്ട്. അത് ഒരു തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. ദുർമന്ത്രവാദം എന്ന് പറഞ്ഞാൽ അഥർവവേദത്തിൽ വരുന്നതാണ്? അഥർവവേദത്തിൽ വരുന്നില്ല. ദുർമന്ത്രവാദം എന്ന് പറഞ്ഞാൽ അഥർവവേദത്തിൽ വരുന്നില്ല. അഥർവവേദം എന്ന് പറഞ്ഞത് ദുർമന്ത്രവാദത്തിന്റെ രീതിയിലാണ് ഇപ്പം ജനങ്ങളുടെ ഇടയിൽ പലരും പകർന്നു കൊടുത്തിരിക്കുന്നത്. അപ്പൊ പലരും ഉദ്ദേശിച്ച അഥർവവേദം ഉപയോഗിക്കാൻ പാടില്ല, ആരും വായിക്കാൻ പാടില്ല, അത് ദുർമന്ത്രവാദത്തിന്റെ ഒരു ലെസൺ അതിൽ നിന്നാണ് വരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അത് ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ്. അത് യഥാർത്ഥത്തിൽ അഥർവവേദം ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാനാണോ അതോ നല്ല ശക്തികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ആ അഥർവവേദം? അല്ല, അതൊരു നേരത്തെ പറഞ്ഞത് സംരക്ഷണാർത്ഥമാണ്. കാരണം നമ്മൾ ഈ 3 വേദങ്ങളെയും സംരക്ഷിച്ച് നിർത്തുന്നത് ഈ അഥർവവേദമാണ്. അഥർവവേദത്തിന്റെ കാഴ്ചപ്പാട് അത് തന്നെയാണ്. അപ്പോൾ ഇത് ഒന്നിനൊന്നിനൊന്നോട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഒറ്റപ്പെട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു വേദമല്ല. അഥർവവേദം എന്ന് മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം മറ്റ് 3 വേദങ്ങളും നിലനിൽക്കണമെങ്കിൽ അഥർവവേദത്തിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അതാണ് പൊതുവില് ഒരു ധാർമ്മികമായി നമ്മൾ പഠിച്ചിട്ടുള്ള. അഥർവവേദം എന്താണ് പ്രതിപാദിക്കുന്നത്? അഥർവവേദം പ്രതിപാദിക്കുന്നത് ഞാൻ നേരത്തെ ഒരു സൂചന പറഞ്ഞല്ലോ, ഈ സംരക്ഷണാർത്ഥം. അപ്പൊ എന്ത് സംരക്ഷണം? അങ്ങനെ ഒരു സംരക്ഷണം ഇപ്പൊ നമ്മളൊരു ദേശത്തെ, ഇപ്പൊ ഒരു രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്ന് അഥർവവേദത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വീടിനെ സംരക്ഷിക്കേണ്ട രീതി എങ്ങനെയാണ്, വീട്ടിൽ എങ്ങനെയാണ് കഴിയേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറയുന്ന സൂക്തങ്ങൾ ഉണ്ട്. പിന്നെ രോഗവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ വിപുലമായിട്ടുള്ള വലിയ ഭംഗിയായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു ഇതാണ്. പിന്നെ പലപ്പോഴും ഞങ്ങൾ പല ആചാര്യമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതിന് പൂർണ്ണമായിട്ടല്ല രൂപം നശിച്ചു പോയി ആയിട്ടാണ് അറിയാൻ പറ്റുന്നത്. കാരണം പൂർണ്ണമായിട്ട് അത് നമ്മളിപ്പം കൈവശം സൂക്ഷിക്കാനില്ല ആ ഗ്രന്ഥം. അതൊരു വീഴ്ചയായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. നമ്മുടെ ആചാര്യന്മാരങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലരും അഥർവവേദം പഠിച്ച പലരും അതിനെ ദുഷ്ടമായിട്ടുള്ള മറ്റുള്ള സത്പ്രവർത്തിക്കല്ലാതെ ദുഷ്പ്രവർത്തിക്ക് വേണ്ടി ഉപയോഗിച്ചായിട്ട് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അഥർവവേദത്തിൽ പറയുന്ന മന്ത്രങ്ങൾ വെച്ചിട്ട് ഒരാളെ നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല 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 ഇല്ല,
ഞാൻ നേരത്തെ പറഞ്ഞില്ല, സംരക്ഷണാർത്ഥം മാത്രമാണ് ആയുർവേദം. അതിനെ നെഗറ്റീവായിട്ട് നമ്മൾ അതിനകത്ത് ഒരു കാരണം ഈ വേദങ്ങൾ ശരിക്കും പഠിക്കണമെങ്കിൽ നമ്മൾ വേദ അംഗങ്ങൾ പഠിക്കണം. വേദ അംഗങ്ങൾ പഠിച്ചാൽ മാത്രമേ വേദം എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം ദർശനങ്ങൾ പഠിച്ചാൽ മാത്രമേ ഏത് പിന്നെ സാങ്ക്യ ദർശനം, യോഗ ദർശനം, അങ്ങനെയുള്ള ദർശനങ്ങൾ പഠിച്ചാൽ കാരണം ദർശനത്തിലൂടെ മാത്രമേ നമുക്ക് വേദത്തിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ദർശനം പഠിക്കാതെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് അവിടെ പിന്നെ നെഗറ്റീവായിട്ടുള്ള മനുഷ്യനെ പല വേദങ്ങളും ഉണ്ടെങ്കിലും അഥർവവേദത്തിനെ ആരും തൊടാറില്ല, ആരും ഉപയോഗിക്കാറില്ല. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് അഥർവവേദം എന്ന് ചോദിച്ചാൽ അവര് സിനിമയിൽ കണ്ട ഒരു നോക്കുകയാണെങ്കിൽ അവര് അഥർവം എന്നൊരു സിനിമയിൽ മമ്മൂട്ടി എന്ന കഥാപാത്രം അദ്ദേഹം സത്പ്രവൃത്തി ചെയ്യുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മൊത്തം കുടുംബം നശിക്കപ്പെടുമ്പോൾ അദ്ദേഹം അതിന് രക്ഷയില്ലാതെ വേറെ അഥർവം പഠിച്ച ഒരാളിനെ ചെന്ന്, തിലകൻ എന്ന കഥാപാത്രം, അദ്ദേഹം അഥർവം പഠിച്ച വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്ന് നിനക്ക് എല്ലാം തിരിച്ചു പിടിക്കാം. അങ്ങനെ വന്നിട്ട് അഥർവം പഠിച്ചിട്ടാണ് പുള്ളി അദ്ദേഹത്തിന്റെ ശത്രുക്കളെ നിഗ്രഹിക്കുന്നത്. പക്ഷെ അതിൽ തന്നെ പറയുന്നുണ്ട്, സ്വയം നീ നശിച്ചു പോകുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പലരും അഥർവേദന ആ രീതിയിൽ കാണുന്നത്. അതെ, തീർച്ചയായും. അതുപോലെ തന്നെയാണ് നമുക്കിപ്പോഴും നമ്മളെ കൺമുന്നിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഇപ്പൊ ഇടയ്ക്ക് കണ്ട അനന്തപത്രം സിനിമയിൽ കണ്ട മനോജ് കെ ജയൻ ഒരു നിഗംബരൻ എന്ന കഥാപാത്രം. അദ്ദേഹം അഥർവവേദം വെച്ചിട്ടാണ് അതിൽ എല്ലാം ആസ്ട്രൽ പ്രൊജക്ഷൻ പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അഥർവവേദത്തിന് എപ്പോഴും എന്റെ ചോദ്യം ഇതാണ്, അഥർവവേദം എന്ന് പറയുന്നത് ബ്ലാക്ക് മാജിക്കിന്റെ പട്ടികയിൽ വരുന്നതാണോ അല്ലയോ? ബ്ലാക്ക് മാജിക്കിന് പറ്റി വരുന്നതല്ല. പിന്നെ എന്താണ് അഥർവവേദത്തിന് അങ്ങനെ ഒരു ചിത്രീകരിക്കുന്നത്? അത് എന്താണ് നമ്മൾ കുറച്ച് കൂലങ്കഷകുലമായിട്ട് നമ്മൾ അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെയുള്ള ആചാര്യം, ഞാൻ പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു ആചാര്യന്മാരുടെ സഭ ഉണ്ടാക്കണം. ഈ അഥർവേദത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിലേക്ക് വേണ്ടി മാത്രമായിട്ടൊരു ആചാര്യസഭ വിളിച്ചു കൂട്ടിയിട്ട് ആ സഭയിന്മേൽ ചർച്ച ചെയ്തിട്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് സന്ദേശങ്ങളെ എതിർക്കുന്ന ഒരു പദ്ധതിയിലേക്ക് വന്നില്ലെങ്കിൽ നമ്മൾ ഈ വളരെ പവിത്രമായിട്ടുള്ളതും എന്നാൽ മനുഷ്യന്മയ്ക്ക് ഏറ്റവും ഉതകുന്നതുമുള്ള ഈ അഥർവേദത്തെ നമ്മൾ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞ ഒരു അഥർവേദ ആചാര്യസഭ തന്നെ ഉണ്ടായിട്ട് അതിനെ സംരക്ഷിക്കുന്ന ഒരു ആചാര്യസഭ ഉണ്ടായിട്ട് ആ സഭയുടെ നിർദ്ദേശപ്രകാരം സഭ പഠിച്ചിട്ട് അത് ജനങ്ങളിലേക്ക് ഇതിന്റെ യാഥാർത്ഥ്യം കൊണ്ടുവരുന്നതായിരിക്കും കുറച്ച് ഉത്തമം എന്നാണ് എൻ്റെ ഒരു. പല പണ്ഡിതന്മാരും വേദങ്ങളിൽ വെച്ച് ഇപ്പം അഥർവവേദത്തിനെ മാറ്റി നിർത്തുന്നത്, ആരും പഠിക്കാൻ പാടില്ല എന്ന രീതിയിൽ മാറ്റി നിർത്തുന്നത്, അതിലുള്ള യഥാർത്ഥ സത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യർ ദുഷ്പ്രയോഗം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതിനകത്ത് തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ട്. തീർച്ചയായിട്ടും. എൻ്റെ അവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞത്, നമ്മൾ ക്ഷേത്രങ്ങളിൽ ശത്രുസംഹാര പൂജ ചെയ്യുന്നുണ്ട്. ഈ ശത്രുസംഹാരയോട് ബന്ധപ്പെട്ട് വരുന്ന മന്ത്രങ്ങളെല്ലാം അഥർവവേദത്തിലുള്ളതാണ്? ഇല്ല. അത് ശത്രു സംഹാരം എന്ന് പറയുന്നപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ആത്മനായേവ ശത്രുത്തെ ശത്രുവത വർത്തത. അതായത് നമ്മുടെ ആത്മാവ്, നമ്മുടെ ശത്രു എന്ന് പറയുന്നത് തന്നെ നാം തന്നെയാണെന്നുള്ള രീതിയിലാണ്. കാരണം നമ്മൾ ശത്രു സംഹാര അർച്ചന ചെയ്യുമ്പോൾ എന്താണ്, ശത്രുവിന്റെ നാളും പേരല്ലല്ലോ ഉപയോഗിക്കുന്നത് അമ്പലങ്ങളിൽ, നമ്മുടെ തന്നെ നാളും പേരാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ശത്രു നശിപ്പിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമേ സാധാരണ സാത്വികമായിട്ടുള്ള അമ്പലങ്ങളിൽ ചെയ്യാറുള്ളൂ. സ്വാഭാവികമായിട്ടും സാധാരണ ജനങ്ങൾക്ക് വേദം പഠിക്കാൻ കഴിയും? തീർച്ചയായിട്ടും സാധാരണ ജനങ്ങളെ വേദം പഠിക്കേണ്ടതാണ്. ശരിക്കും വേദത്തിലാണ് എന്താണ് വേദോഖിലം ധർമ്മമൂലം എന്നാണ് നമ്മുടെ ശങ്കരാചാര്യർ പറയുന്നത്. നമ്മുടെ ധർമ്മത്തിന്റെ മൂലം ഇരിക്കുന്നത്, അതിന്റെ വേരിരിക്കുന്നത് എവിടെയാണ്? വേദത്തിലാണ്. അപ്പൊ ധാർമ്മികപ്പം നമ്മളൊരു ആചാരം പരമോ ധർമ്മ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഒരു ആചാരം നടത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ആചാരം നടത്തുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ദേശത്തൊരു ആചാരം നടത്തുമ്പോൾ ആ ആചാരം പരമമായ ധർമ്മമായിരിക്കണം. അപ്പൊ പരമമായ ധർമ്മത്തിന്റെ മൂലം തേടി പോകണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? വേദത്തിൽ പോകണം. അപ്പൊ അങ്ങനെ വേദത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ അജ്ഞതയും ഒപ്പം തന്നെ നമ്മുടെ സമൂഹവും വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നതിന്റെ പ്രധാന കാരണം നമ്മൾ ധാർമ്മികമായിട്ട് മൂലാവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഒരു ആചാരം നടത്തുന്നു, അത്ര തന്നെ. ആചാരം എന്തിനു വേണ്ടിയാണെന്നുള്ള കാഴ്ചപ്പാട് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്, അതിന്റെ സാത്വികമായ വശവും അതെന്താണ്, അതിന്റെ ജ്ഞാനം എന്താണ്, അത് ഉൾക്കൊള്ളുന്നത് എന്ത് സന്ദേശമാണ് അത് നമുക്ക് സമൂഹത്തിന് കൊടുക്കുന്നത് എന്നുള്ള ഒരു സന്ദേശം കൂടെ നമ്മുടെ അമ്പലങ്ങളുണ്ടാകണം. പ്രത്യേകിച്ച് തന്ത്രിമാര്, ഇന്ന് പല അമ്പലങ്ങളിലും തന്ത്രിമാരും ജനങ്ങളുമായിട്ട് ബന്ധമില്ല. അങ്ങനെ ശ്രദ്ധയുണ്ടാകാം. പൂജാരി മാത്രമാണ് ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ശരിക്കും തന്ത്രി എന്ന് പറയുന്ന ആള് കൂടെ വന്നിട്ട് ആ ജനങ്ങൾക്ക് ഈ വിഷയങ്ങളെല്ലാം ബോധ്യപ്പെടും. എന്തുകൊണ്ടാണ് ഈ പൂജ ചെയ്യുന്നത്, ആ പൂജയിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്,
ആ പൂജയിൽ നിന്ന് പഠിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് മാറ്റം വരേണ്ടത് എന്ന് നമ്മളത് ബോധ്യപ്പെടുത്തും.